അപ്പോൾ എനിക്ക് ജനറലി കുറേ ക്ലയൻസ് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര പേടിയും ഭയമാണ് ഫ്യൂച്ചറിനെ കുറിച്ച്, കഴിഞ്ഞ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും ഒരു ആവലാതി. അതെങ്ങനെയാണ് കോമ്പാറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിനെ ഫൈറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങളെ അറ്റ് എ ടൈം സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പേടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യാം, ഗോൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഭയം വരുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം? നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പ്രോമിസ് ചെയ്ത്, എസ്പെഷ്യലി ന്യൂ ഇയറിന് കുറേ പേര് റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും, എക്സസൈസ് ചെയ്യാൻ പോകണോ, വാക്ക് ചെയ്യാൻ പോകണോ, ഹെൽത്തി ഡയറ്റ് ചെയ്യാൻ പോകുന്നു. അതിലത്തെ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ചെയ്യാൻ തുടങ്ങുക. ഒരു 15 മിനിറ്റ്സ് ആണെങ്കിലും എക്സസൈസ് ചെയ്യുക. ആ ദിവസം നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. എന്താ കാരണം എന്നറിയോ? കാരണം നിങ്ങളോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈവൻ സോഷ്യൽ ആങ്സൈറ്റി, പുറത്ത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ പ്രസൻറ്റേഷനിൽ സംസാരിക്കാൻ പേടിയാണ് എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആദ്യം തന്നെ മറ്റുള്ളവരോട് പോയി സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ചെറിയ വേറെ ടോട്ടലി അൺറിലേറ്റഡ് ഏരിയ ആയിരിക്കും. ഓക്കെ, ആ ഏരിയയിൽ ഹെൽത്ത് ആണെങ്കിലും ശരി, ഡയറ്റ് ആണെങ്കിലും ശരി, അതിൽ നിങ്ങളോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് മെല്ലെ ഡെവലപ്പ് ആകുമ്പോൾ നിങ്ങൾ വേറൊരു ഏരിയാസിലും ആ കോൺഫിഡൻസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു സിമ്പിൾ ടിപ്പാണ്, സിമ്പിൾ ഹാക്കാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. ആൻഡ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് സീരീസ് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, അതും ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.